പൊന്നേശുവിനെ പുകഴ്ത്താം, മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണങ്ങൾ സ്നേഹരത്നം ചൂടിക്കും നേരമഹാ സന്തുഷ്ട സമൂഹേ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. ദൈവം തൻ വിശുദ്ധർ കണ്ണു നീരെല്ലാം തുടയ്ക്കുമാനാളിലെനിക്കിഷ്ടരാം ചേർക്കപ്പെട്ട വിശുദ്ധരോടുകൂടെ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. വീണകളേധരിച്ചുടൻ തൻ മുൻപിൽ സന്തോഷപരി പൂർണ്ണരായുച്ചത്തിൽ തന്നെ എന്നും സ്തുതിക്കുന്നവരോടെ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട വെള്ളനിലയങ്കികളെ ധരിച്ചു മഹാശോഭിതമായുള്ള സമൂഹേ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. കയ്യിൽ കുരുത്തോലകളെ പിടിച്ചു മഹാരക്ഷ നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനുമേൻ നാർക്കും കൂട്ടരോടെ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. സ്തുതി മഹത്വം ജയനം ശക്തി സ്തോത്രം നമ്മുടെ ദേവനെന്നല്ലോ ദൂതരും തൻ മുൻപിൽ കാവീണു വീണാർക്കും കാലേ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. മരണത്തോളം നീ വിശ്വസ്തനായാൽ താൻ ചൊല്ലോർത്തു പ്രയാസം നീ സഹിച്ചാൽ കൂടെയിരുത്തും തന്നിന്നെ എപ്പോഴേ. എന്നെയും കാണൂ മോയെന്നെയും കാണൂ, മോയെന്നെയും കാണൂ, മോ ചൊല്ലേൻ മനമേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 396 ഗീതം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 396 396. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 396.
ശുദ്ധസ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണ തെരുവീതിയിൽ അതികൊതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ ചെന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ ദൈവ തേജസ്സിൻ മിന്നും വീടേ, തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവന്യെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവനിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിൽ എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ. കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവേൻ. പുരുമോദം പാരം വളരുന്ന ഹോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ
എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. തുടർന്നുള്ള ഗീതം 284 ഗീതം, ക്രിസ്തീയ കീർത്തനങ്ങളിൽ 284, 284, ദുഃഖത്തിൻ്റെ പാനപാത്രം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 284, 284. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നു എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു. ലോകസുഖമെന്തോ തരും ആത്മക്ലേശമാതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വൻപു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേറുബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശെഖീനായുമുണ്ടവിടെ. കൂടാരത്തിനകത്തുണ്ട്. ശെഖീനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമാവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ
സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. എന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. We shall begin the second part of the service, which is the service at the church, but it will be done in the home, after which we will move to the crematorium. Please turn with me to page 112. 112. Before that, we will say the Kauma in Malayalam, as you can respond accordingly. Shall we all stand? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ടറിഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനുരാനിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ മെസ്സിയാ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോ ക്ഷമിക്കുന്ന പോലെ കടങ്ങും ദോഷങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ വീക്ഷിക്കാതെ ഞങ്ങളെ ദുഷ്ടവും നശിച്ചുകൊള്ളണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. Page 112, page 112. O Lord, the good and the immortal one, who died in the flesh to redeem us mortals from the death of sin, by your death you have destroyed the power of death. By your grace you have redeemed Adam and his children from the death of sin. In the grave you broke the bolts of hell, and by your resurrection you have made our resurrection sure. O Lord, we pray for your mercy at the funeral of your servant, who by her death you have called apart from this world of misery. Graciously grant to all the children of your holy church the abode of blessedness, seats of joy and a cheerful dwelling. Lord, when you come at the end in glory to judge the world justly and to reward each as is due to her, make us worthy to join the sheep, the children of your right hand, and to sing praises to you, O God, and the Father, and the Holy Spirit, now and forever.
Please turn with me to page 116. Page 116. Let us pray to the Lord for His grace and mercy. Help us, O Lord, continually to offer to your praise, adoration, worship, thanksgiving, and glory. To the Lord Jesus Christ, who is the hope of those who have lost hope, who raises up those who lie buried in the earth, and those asleep in the dark caverns of Hades, who renews and adorns those who have perished in death, who gives hope and comfort to those who have fallen under sin, death, and destruction. To Him be honor, glory, and worship at the funeral of His servant and all the days of our life. Please refer to the English Sadra as I read the Sadra in Malayalam. സകലത്തിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടായിരിക്കുന്നവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിനും അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തിയും അങ്ങയുടെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവാദികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ അവൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിൻ്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും ഭവനത്തിൽ ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിൻ്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സലിവുള്ള കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പാപമോചനം അങ്ങയുടെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അങ്ങയുടെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും അങ്ങയുടെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അങ്ങയ്ക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരനിലെങ്ങുമേ ഓറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താൻ ഓടിയവൻ പാപികളെ തേടി നടന്നു ആടലോഴി ഞാതരവാൽ പാടെ ചേർന്നിടുവേൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. Page 119. O Lord, sweet fragrance and perfume of the Father, by the richness of your fragrance you have enlightened those on high and those down below and the dead in their tombs.
Grant to us who believe and trust in you knowledge of the resurrection and the joy of the remission of sins. When you manifest your majesty and reveal your divinity on the last day, make us worthy with your children, the sheep on your right hand, to offer praise and glory to you and to the Father and to the Holy Spirit, now and forever. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയാർ. പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ. അലിവു നിറഞ്ഞോനെ ദയവേറുന്ന നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നങ്ങൾ കൃപ തോന്നിയിടണമേ. തന്നെത്താൻ അർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടെ രുദരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോർ ആനന്ദിച്ചിടും. മഹത്വനാഥനും ബഹുമതിതാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. O Lord God, as we bid farewell to this your servant, who has departed from among us at your command, comfort us all, especially the members of our family, with your peace. Let us be consoled in the confidence that she will be heir to the happiness which eye has not seen nor ear heard, nor the heart of humans conceived, which you have prepared for those who love you. Make us all worthy to hear the joyful voice, "Come, you blessed of my Father, and inherit the kingdom prepared for you before the foundation of the world." ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. താതനാകൂ ദൈവത്തിനു മഹത്വവും തഞ്ചുതിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ, ആമേൻ. Page 124. Let us respond. Praise to the mighty one who came down from above and died to destroy death. The day of death is bitter, and it is a day of sorrow and weeping. Death is a cup for all, but if it is in youth, the more bitter and sad. The word of the prophet, brother, does not save, nor does the friend help, is fulfilled. It is only natural for all to grieve for their dead,
and it is only reasonable to weep as death separates us all. O Lord, all tongues praise you, because by you the dead live. They rise up and sing as they inherit the kingdom. വേളയ്ക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടാടുപ്പാൻ ക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേലാശ്രയിക്കരുതൻ മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നു ഒരുത്തനുമില്ല. ആയതിൻ്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മർത്യർ ചിത്തം അനുതാപേ നീ അരുതിടണമേ. Thessalonians 4:13-18. But we do not want you to be uninformed, brothers and sisters, about those who have died, so that you may not grieve as others do who have no hope. For since we believe that Jesus died and rose again, even so through Jesus, God will bring with him those who have died. For this we declare to you by the word of the Lord, that we who are alive, who are left until the coming of the Lord, will by no means precede those who have died. For the Lord himself, with a cry of command, with the archangel's call, and with the sound of God's trumpet, will descend from heaven, and the dead in Christ will rise first. Then we who are alive, who are left, will be caught up in the clouds together with them to meet the Lord in the air. And so we will be with the Lord forever. Therefore, encourage one another with these words. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്ക് എവങ്കലിസ്തോനായ മത്തായിയുടെ സുവിശേഷം. Jesus come and is come in the name of the Lord. May the blessings be ever. In the days of Jesus Christ, our Lord and Savior, God incarnate of the Blessed Virgin Mary, it happened in this manner. The Gospel is taken from the 25th chapter of the Gospel according to St. Matthew, verses 1 to 13. St. Matthew chapter 25, verses 1 to 13. I will be reading it in Malayalam. Please follow it in English. സ്വർഗരാജ്യം തങ്ങളുടെ ദീപാഷ്ടികളെ എടുത്ത് മണവാളനെയും മണവാട്ടിയെയും എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപാഷ്ടികളെ എടുത്തിട്ടില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപാഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവർക്കെല്ലാവരും നിദ്രമായി മയക്കവും പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിനെ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപാഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപാഷ്ടികളെ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു, വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമെന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി നമുക്ക് പ്രതിവാക്യമായി കുറിയലായിസോൻ എന്ന് ചൊല്ലാം. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. കുറിയേലായിസ്. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാന്, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലാ. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, അങ്ങയുടെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടി ഞങ്ങളെയും അങ്ങയുടെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലാ. കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ അങ്ങേ എതിരേൽപ്പാനായി പുറപ്പെടുവാനും അങ്ങയുടെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങളെയും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. എല്ലാവർക്കും ഇരിക്കാം. This is a time for us to render our eulogy. Eulogy means, the Greek word eulogy means eulogion, that means to glorify God. Whenever we come for funeral service, we say a eulogy. There may be 1 or 2 or more than 3. Eulogy is a time for us to give thanks to God for the life of our departed beloved auntie. Whatever we do, we give glory to God, because our beloved auntie's life has been given as a gift by God to all of us, to this family, to our church, to our community at large. And so God must be praised, God must be glorified. So may I call upon the two, yes, how's the Asha? So the eulogy, how is the other 2 recorded? After this, okay, yeah, please come, stand here. Hello everyone, I am Asha, known as Saumya to my family members. I am Shandama Varghese and Dr. K.M. George Varghese's niece. We will always remember our aunt, Shandama Varghese, William Mummy as we call her, as a person so full of life and love, wearing a very distinct, beautiful and infectious smile that she made sure she passed on to whomever she met. I will now be reading out their eldest daughter's eulogy on her behalf. Their eldest daughter is Annie George, also known as Vandana to family and close friends. Thank you all for being with us today to celebrate a remarkable woman, my mother, Shandama Varghese. Mummy was a caring, supportive and loving wife, mother, sister, grandmother, and a friend to anyone who has known her. Though today we say goodbye, we're also here to celebrate her life, because that's what she would want for all of us here that are saddened by her passing. God blessed me with an angel I'm proud to call my own. She's guided me the best she can. She taught me like no other.
and your unconditional love is what I will cherish forever in my heart. To my daughter Joanne, Amici was her whole life. They had a special bond, being the first grandchild. It was evident that they were able to share anything with each other and have a strong relationship. Her favorite thing to do with her grandmother is always asking Amici to feed her. She makes it in perfect shapes, which Joanne loved. To my husband, Georgie, he was the first son in law in the family, and she always treated him as a son. His favorite memory with Mummy was her overall enjoyment and positive mindset of living life to the fullest. When we were living in Malaysia, we cherished all the sweet memories together. Mummy had a giving heart, and everyone would agree to that. Her sweet smile can light up the room. Lastly, I would like to thank you all for loving my mom and dad and the support and prayers we received as a family during this difficult time. She has shared a small poem. I will read that as well. If roses grow in heaven, Lord, please pick a bunch for me. Place them in my mother's arms and tell her they are from me. Tell her I love her and miss her. And when she turns to smile, place a kiss upon her cheek and hold her for a while, because remembering her is easy. I do it every day. But there's an ache within my heart that will never go away. Thank you. Now they will be playing the eulogy of the second daughter and the youngest daughter. Happy is my dear Amma who has gone to glory, now in the presence of Jesus, whom unseen she loved. Amma, you were truly wonderful, a treasure that can never be replaced. You nurtured me with your tender love and supported me in every way. 1 in a million you are, Ma, and the precious moments we shared. Our bond was priceless. You are my dearest friend. Your compassion was pure until the very end. Your love meant the world to me. I miss your warmth, so gentle and kind. Your spirit will live on forever in my heart and mind. Rest well, Amma, until we meet again. Love you. Hello everyone, my name is Selena and I'm Shantama's youngest daughter. To everyone who came to pay respects and for everyone watching online, thank you for remembering and celebrating Mummy's life. We appreciate your thoughts, prayers, and well wishes. My mom was an incredible, strong, and brave person. In her last few years, she found her solace in giving back. She still gave the best of herself to her faith and to her family. I am lucky to have had her in my life for 45 years, and I'm grateful for every one of them. Mummy enjoyed life completely and lived it intensely. She was a fun-loving person who always had a big smile on her face. She loved to cook for her sons-in-law and her grandchildren. Actually, it was a running joke in our house that she loved her sons-in-law more than she loved her daughters, and they equally shared her love and attention. She adored them, and they adored her. Thank you to everyone who helped Papa organize all the necessary logistics. I know I will not be able to mention everyone's name, but please know we are extremely grateful. I would like to say special thanks to Premchand, Sally Mama, Sherry, Saumya, Preeti, and Ravi. Your servant heart and serving nature, while always being there for my parents in our absence, is something we can never forget. We are forever grateful for your kindness and support. And lastly, to Papa.
I hope you truly understand how much we as your children appreciate you and humbly acknowledge your efforts in caring for Mommy. What you did was above and beyond, and you, in addition to Mummy's determination, extended her life an additional 8 years. You are an amazing person and so proud to call you my father. Mummy might not be walking on this earth anymore, but I know she's behind me with every step I take. And she's behind my sisters and her grandchildren too, because they were her pride and is her legacy. Thank you. As we bid farewell to the mortal remains of our dear auntie, we bring to remembrance her beautiful life that she has lived with uncle in many places, that she was able to build a family life. She was able to laid her life in sacrifice in the service of the family, of a community, and of a church. There are two categories of people in this world. There are two categories of people in this world. One is those who live and die. The second category is those who have lived fully their life and departed contentfully and gracefully. മലയാളത്തിൽ പറഞ്ഞാൽ ജീവനോടിരുന്ന് മരിക്കുന്നവരും ജീവിച്ച് മരിക്കുന്നവരും. അതിനകത്ത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവനോടിരുന്ന് മരിക്കുന്നവരാ നമ്മുടെ അറിവിലും പരിചയത്തിലും ഒക്കെ അനേകരെ നമുക്ക് കാണാം. അവർ ജനിച്ചു കഴിഞ്ഞ ശേഷം അവർ പറയുന്നത് എല്ലാത്തിനെയും കുറിച്ച് ശപിക്കുന്നു. എന്തിനാ ഞാൻ ഇവിടെ ജനിച്ചു പോയത് എന്ന് ഓർത്ത് ആകുലപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഈ ജീവിത പ്രയാണത്തിൽ എങ്ങനെയോ തട്ടിമുട്ടി അങ്ങനെ ജീവിക്കുന്നു. പ്രായാധികമാകുമ്പോൾ ഒരു കൂട്ടം മരുന്നുകൾ അവരെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതാ ജീവനോടിരുന്ന് മരിക്കുന്നെന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ നമ്മുടെ എല്ലാവരും നമുക്ക് പരിചയമുള്ളവർ, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട ആൻറ്റി ജീവിച്ച് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ഒരു പ്രിയപ്പെട്ട ആൻറ്റിയായിരുന്നു. ജീവിതം നല്ലപോലെ ആസ്വദിച്ച് അനുഭവിച്ച് മറ്റുള്ളവരോട് ചേർന്ന് ബന്ധപ്പെട്ട് ജീവിച്ച് കരുതലും സ്നേഹവും ത്യാഗപൂർവമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിച്ച് നമ്മളിൽ നിന്ന് വേർവിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിപ്പോകുമ്പോൾ, when she leaves this world, she can say beautifully, contentfully, rejoicingly that I have done the best. അതിനുവേണ്ടി കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവസാനം പറഞ്ഞിരിക്കുന്ന 25-ാം അധ്യായത്തിൽ, വെൽ ഡൺ മൈ സെർവൻറ്റ്, യു ഹാവ് ഡൺ ഇറ്റ് വെൽ. ആ കമൻഡേഷനാണ്. നീ നല്ലപോലെ ചെയ്തു, ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. എൻ്റർ ഇൻ ടു ദ ജോയ് ഓഫ് ദ മാസ്റ്റർ. എൻ്റർ ഇൻ ടു ദ ജോയ് ഓഫ് ദ മാസ്റ്റർ എന്ന് പറയുമ്പോൾ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത്, വേർപാടെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ആ സൃഷ്ടിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഷീ ഈസ് ഗോയിങ് ഇൻ ടു ദ ഹാപ്പിനെസ് ഓഫ് എ മാസ്റ്റർ. ഇരുന്ന് മരിക്കുന്നവർക്ക് ജീവിതം ഒരു മെക്കാനിക്കൽ ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുക, വൈകിട്ട് കിടക്കുക, അതിൻ്റെ ഉള്ളിൽ എന്ത് തോന്നിവാസവും ചെയ്യാം. ജസ്റ്റ് യു ക്യാൻ ഹേർട്ട് പീപ്പിൾ, then you can patch up with people,
You can do anything that you want. അത് ജീവനോടിരുന്ന് മരിക്കുന്നവർ. എന്നാൽ ജീവിച്ച് ഭരിക്കുന്നവർക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും വിലപ്പെട്ടതാണ്. For them everything is beautiful, everything is valuable. Relationships are valuable. They give their whole heart of service to other people. The concept of sacrifice, generosity, faith, deed in giving is always there for them. And I always known Auntie for having such a quality, such a value added life that she has lived. Life is appreciated, life is affirmed in those people. So God creates us for that purpose, that life must be appreciated. Even the little things that you do, it must be appreciated while doing it and by people who are receiving it. നമ്മളൊരു പാചകം ചെയ്താലും, when we even do the cooking, if it is infused with love, care, concern, then that dish, whatever that you make, becomes so tastier because of the hands that have served it well. And I'm sure Uncle has received that fully and rejoicingly and contentfully. I'm sure Vandana, Bijina and Selina has tasted that, and all of the family members and all of us would have tasted that. Because there is a quality towards us. So, ജീവിതം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇറ്റ് ഈസ് നോട്ട് ദ ഹൗ ലോങ് യു ലിവ് ഇൻ ദിസ് വേൾഡ്. 20 ആണെങ്കിലും 30 ആണെങ്കിലും 70 ആണെങ്കിലും 80 ആണെങ്കിലും ജീവിതത്തിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഒരു തനിമ ഉണ്ടായിരിക്കണം, യുണീക്ക്നെസ് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി പീപ്പിൾ, ജീവിച്ച് മരിക്കുന്നവർ എന്ന് പറയുന്നത്. സോ അവരെക്കുറിച്ച് വേദോസ്തവം പറഞ്ഞിരിക്കുന്നത്, finished the race, they fulfilled everything, and there awaits for him the crown of righteousness എന്ന് അവരെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. ആ ജീവിതം നല്ലതായിട്ട് ഭംഗിയായിട്ട് വിശ്വസ്തയോടെ ജീവിച്ചവരെ, those who have lived their life fully. The one who has lived for others is Jesus Christ. ഈ പ്രിയപ്പെട്ട ആൻറ്റി മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ആൻറ്റിയായിരുന്നു. അങ്കിളിന് വേണ്ടി ജീവിച്ചു ഇത്ര നാൾ, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, സമുദായത്തിന് വേണ്ടി ജീവിച്ചു, സൊസൈറ്റിക്ക് വേണ്ടി ജീവിച്ചു, സഭയ്ക്ക് വേണ്ടി ജീവിച്ചു, വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു. There waits for him, for her, the crown of righteousness. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. സ്നേഹം പ്രാവർത്തിക ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു ജീവിതമായിരുന്നു. In her life, love is expressed. In her life, love is defined. In her life, love becomes definitive. In her life, love translated in action. In her life, love interpreted in and through different angles of life. സ്നേഹം പല രീതിയിൽ കൂടിയാ മനുഷ്യരിൽ കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ആൻറ്റി, ഈ സ്നേഹം, ദൈവിക സ്നേഹം പല രീതിയിൽ കൂടി, പല സന്ദർഭങ്ങളിൽ കൂടി, പല സാഹചര്യത്തിൽ കൂടി, ഈവൻ when she was in the when sick bed, I remember coming here and administering the communion. She was very graceful, she was very faithful, she was very in the midst of a pain, she was very hopeful. അത് ആ ഒരു പ്രത്യാശ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അങ്കിളിനെ ആൻറ്റിയെയും എനിക്ക് പരിചയമായത് ആദ്യമായിട്ട് എനിക്കറിയായിരുന്നു. അവർ തവാവിൽ വർഷങ്ങളായി താമസിച്ച് they were living there, but first time I came in contact with them was when Sunny and Bijina got engaged. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അങ്കിളിനെ ആൻറ്റിയെ എനിക്ക് കാണുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള പല സന്ദർഭങ്ങളിലും in many circumstances, occasions, I was able to get acquainted with uncle and auntie. They came and they lived in Klang for some time before coming to Saramban. And കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇവിടെ സർവീസ് എടുക്കുവാൻ വന്നപ്പോൾ അങ്കിളും ആൻറ്റിയും അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമായിരുന്നു. they were cutting their cake and ആൻറ്റിക്ക് വളരെ പ്രത്യാശയോടെ, വളരെ ജോയ്ഫുൾ ആയിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, so grateful that we could cut the cake today. അന്ന് അങ്കിളും ആൻറ്റിയും അത് കഴിഞ്ഞിട്ട്
ബാംഗ്ലൂരിലേക്ക് പോവായിരുന്നു ഫോർ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഈവൻ ദാറ്റ് ഓൾസോ ഷീ വാസ് ഏബിൾ ടു communicate to me. She was a woman of demeanor. Demeanor എന്ന് പറഞ്ഞാൽ she carried herself very well. She was beautiful physically, she was beautiful inside, internally. Always a woman of demeanor. She was very loving, affectionate and caring to everyone, to the family, to the society. Two of her son-in-laws are also related to me, and how, as I heard from the eulogy, she cared for her son-in-laws more than the children, as I heard. So she had a very magnanimous heart that included everybody. I used to see some of the Facebook pictures of some of their friends taking them out for meals and all. I'm so happy that even in a sickness they were able to go and enjoy food and life outside. I always keep in touch with their life through Facebook. At this time, it is with saddened heart on behalf of the church as a whole that I stand here to render condolences and prayers of Saramban Matoma Church, Klang Matoma Church, all the parishes, and on behalf of all the clergy in Matoma Church and of the synod of the bishops, and especially I may render the condolence and prayers of Thomas Mar Timotheos Tirumeni, who is a close relative of this of Auntie. I remember one night a few years ago I brought Tirumeni to this place. Yes, it is during this time that we will be with you, Uncle, in solidarity, in prayers. And as the eulogy has been said, many people have helped, supported, encouraged. And that encouragement will always be there as a community from all of us here. May God's name be praised and blessed, as Auntie's life has been the greatest gift, not only for the family, but for the church and as a whole community as a whole. Thank you. To every one of you, today I stand here. I am nothing without her. She was everything to me. That's all. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഒന്നുകൂടി കർത്താവേ, പ്രിയപ്പെട്ട ആൻറ്റിയുടെ ധന്യമായിട്ടുള്ള ജീവിതം, ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം, മാതൃകാപരമുള്ള ജീവിതം ഞങ്ങൾക്കൊന്നുകൂടി ഓർക്കുവാനും, ഞങ്ങൾ ഇവിടം വിട്ട് വിട പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ നല്ല അംശങ്ങൾ കർത്താവെ ഞങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ ഇവിടെ വസിക്കുന്നവർ ഞങ്ങളത് ആ നല്ല പ്രവർത്തനങ്ങൾ തുടരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ തുടരുവാൻ സഹായിക്കണമേ. പ്രിയപ്പെട്ട അങ്കിളിനും കുടുംബത്തിനും വിലയേറിയ അനുഭവങ്ങൾ, ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ, സ്നേഹവും കരുതലും അനുഭവിക്കുവാനിടയാക്കി കൊടുത്തുവല്ലോ. അവരുടെ ജീവിതം ഫലപ്രദമാക്കി തീർത്തതിന് സ്തോത്രം. കർത്താവേ, ശാരീരികമായിട്ട് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ആത്മാവിൽ അങ്ങയുടെ നിവാസത്തിൽ വസിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത ഈ കുടുംബത്തോടൊപ്പം ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജീവിത പ്രയാസങ്ങൾ കൂടി കടന്നുപോയപ്പോഴും ആൻറ്റിയുടെ വിലയേറിയ പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ, രോഗശൈലിയിൽ കൂടിയും ആ ദിവ്യ കണ്ടെത്തിപ്പും കർത്താവെ ശുശ്രൂഷകളും ഒക്കെ അനുഭവിക്കുവാനിടയാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു.
ആ ദൈവത്തിൻ്റെ പരിപാലനം തുടർന്നും പ്രിയപ്പെട്ട അങ്കിളിനും മക്കൾക്കും അനുഭവിക്കുവാൻ ഇടയാക്കി കൊടുക്കണമേ. ഭാവിയിൽ എന്താകും, എന്തു വരും എന്ന് ആകുലപ്പെടുവാൻ സാധിക്കത്തില്ല. പിന്നെയോ കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങയിൽ ഭരിമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ പരിപാലനത്തിൽ കർത്താവെ കൈവിട്ടുകൊണ്ട് ഞങ്ങൾ വിട പറയുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ കൂടിയും ഗീതങ്ങളിൽ കൂടിയും ഞങ്ങൾ കേട്ടതായ യോളജിയിൽ കൂടിയും ഞങ്ങൾക്ക് പ്രോത്സാഹനവും കർത്താവെ വളരെയേറിയ പ്രത്യാശയും ഞങ്ങൾക്ക് നൽകി തരണമേ. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഇവിടം വിട്ട് ഈ ഭവനം വിട്ട് കർത്താവെ ക്രിമിറ്റോറിയത്തിലേക്ക് പോകുന്നു. അവിടെയും അവിടുത്തെ ശുശ്രൂഷയിൽ കൂടി ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപയും ഞങ്ങളുടെ മേലും പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ മേലും ചൊരിഞ്ഞു കൊടുക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Those who are not coming to the crematorium can come and pay your last respects. After that, we will proceed to the crematorium. So those who are not coming, you can pay your last respect here. Shall we all stand and sing a final song, song number 274 from the Golden Bells, song number 274. ആ സമയത്ത് those who are wants to pay your last respects, come and pay your last respects before you go. When peace like a river attendeth my way, when sorrows like sea billows roll, whatever my Lord thou hast taught me to know, it is well with my soul. 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 Though Satan should buffet, though trials should come, let this blessed assurance control, that Christ hath regarded my helpless estate, and had shed his own blood for my soul. It is well with my soul. It is well with my soul. It is well with my soul. My sin, oh the bliss of this glorious thought. My sin not in part, but the whole, is nailed to his cross, and I bear it no more. Praise the Lord, oh my soul. It is well with my soul. It is well with my soul. It is well with my soul. For me bid Christ hands to lead. Take this for about 7 of them. Room. Pang shall be mine, for in death as in life thou wilt whisper thy peace to my soul. It is well with my soul. It is well with my soul. It is well with my soul. But Lord, 'tis for thee, for thy coming we wait.
The sky, not the grave, is our goal. O trump of the angel, O voice of the Lord, blessed hope, blessed flame to my soul. It is well with my soul. കാണും പ്രിയരെ ആ ദിന സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ Deva
Page 135. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നല്ല ഞങ്ങളുടെ വർഗത്തെ കുറിച്ചുള്ള അരുളി ചെയ്തവനുമായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി എഴുന്നേൽപ്പിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. My brothers and sisters, as I was passing by Hades, I saw open tombs into which all kinds of mighty people had entered. Many strong people dwelt in them. Their footprints led to destruction. Ugly spiders had woven their webs into them. Then I sat beside them and spoke thus to my soul in great sorrow and agony. If this is the end of human life, why do kings and lords hoard up gold? If this is our end, why should the rich take pride in their riches? If this is our end, why should the wise take pride in their wisdom? If this is our end, why should the beautiful exalt in their beauty? If this is our end, why are those in authority proud of their power? If this is our end, why should the young feel proud of their youthful strength? Shall we all stand? Oh
David, the divine musician, come with your harp and sing to us that humans are shut in peace, that their days pass in favor, leaders of flowers of the day. Therefore, Lord, who makes us again, we praise you. Let us cry aloud and say, praise to you, Lord God. Hallelujah, hallelujah, hallelujah. Praise to you, Lord. Hallelujah, hallelujah, hallelujah. Praise to you, Lord God. Hallelujah, hallelujah, hallelujah. Praise to you, O God. Weak and sinful as we are, we praise you as do the angels in the highest. Shall we all say together, glory to God in the highest, at all times and seasons, and on earth peace, unity, and goodwill among men. Lord God, heavenly King, almighty Creator and Father, we praise you, we bless you, we worship you. We give you thanks for your great glory. O God, who are one with the only begotten Son and the Holy Spirit, Lamb of God, Son of the Father, you take away the sin of the world, have mercy upon us. You take away the sin of the world, receive our prayer. You are seated at the right hand of the Father, have mercy upon us and bless us. For you alone are the Holy One, you alone are the Lord. You are the most Jesus Christ, with the Holy Spirit, in the glory of God the Father. Amen. O Lord Jesus Christ, shut not the door of your blessings against us. O Lord, we confess that we are sinners, bless us. O Lord, your love brought you down to us so that our death may be averted by your death. O Lord, bless us all. Let us say the Nicene Creed together. We believe in the one true God, the Father Almighty, heaven and earth, all things visible and invisible. We believe in one Lord Jesus Christ, only begotten Son of God, begotten of the Father before all world, light of light, very God of very God, begotten not made, being of one substance with the Father, with whole things were made, who for us men and for salvation, came down from heaven. Suffered and died on his body, third day which was Lord Jesus Christ, only begotten Son of God, begotten of the Father before God, light of light, very God of very God, begotten not made, being of one substance with the Father, by whom all things were made, who for us when it was salvation, he down from heaven, as incarnate with the Holy Spirit. സത്യവിശ്വാസികൾക്ക് കടമുള്ള കോട്ടയും വിശ്വാസികൾക്ക് ഭയങ്കരമായതും മാലാഖമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവപുത്രന്റെ ധന്യമായ ദീപാരാപ്പകൾ നമ്മെ കാത്തു മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യർ ഒരുപാട് രൂപത്തിൽ നിന്നും വിശ്വാസികളുടെയും വിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത ചെറുമാന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരിശ്രമവും എല്ലാ ശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണിയിൽ നിന്നും ആത്മാവിനെ ശരീരത്തിനെ ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവിനെ വിധിച്ച് വീണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മെ പരിപാലിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ ഒഴിഞ്ഞവരെ സംബന്ധിച്ചിട്ടുള്ള നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പരിശുദ്ധ റൂഹായുമായ ഏക ദൈവത്തിന്റെ ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം ഉണ്ടാവുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Which one of you can put your flowers in?
same man